ഹായ്, ഞാൻ ദേ നേരം വൈകിട്ടാണ് ഇതേ ഓടിക്കൊണ്ടിരിക്കുക. പക്ഷെ സ്ലോ മോല് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് മാത്രം. ബസ്സൊക്കെ കിട്ടി. ബസ് കിട്ടി. അത് കഴിഞ്ഞ് നമ്മളത് എത്തി. ദേശം കഴിഞ്ഞ് പത്രം എടുത്തു. ഓഫീസ് ഡേ ഓപ്പണാക്കി. ലൈറ്റൊക്കെ ഇട്ട് വന്നപ്പോൾ ഫുള്ള് പേപ്പേഴ്സ് താഴെയുണ്ട്. ഒക്കെ ക്ലീൻ ചെയ്തു, തുടച്ചു. എല്ലാം കഴിഞ്ഞ് നമ്മുടെ കണ്ണേട്ടനെ ചന്ദനത്തിലൊക്കെ വെച്ചു കേട്ടോ. അതൊക്കെ ഞാൻ ഡെയിലി ചെയ്യണം. എനിക്കത് ചെയ്തില്ലെങ്കിൽ അന്നത്തെ ദിവസം ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ നമ്മുടെ അപ്പുറത്തിപ്പുറത്തൊക്കെ കള്ളന്മാർ തന്നെയാണ്. ഞാൻ അപ്പോൾ ഒരു സെൽഫി വീഡിയോ എടുത്ത് നോക്കി. കൊള്ളാം. അങ്ങനെ ഓപ്പണാക്കി. നമ്മുടെ സിസ്റ്റമൊക്കെ ഓപ്പണായി. അത് കഴിഞ്ഞ് പാട്ട് ഞാൻ മാക്സിമം വോളിയം കയറ്റി വയ്ക്കും. പമ്പാഗണപതി മസ്റ്റ് ഡെയിലി ആദ്യത്തെ റുട്ടീൻ എനിക്ക് ഈ പാട്ട് കേട്ടിരിക്കണം വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അതേ തലേദിവസത്തെ കുറച്ച് ഒരു നോട്ടീസ് 2 സൈഡ് പ്രിൻ്റ് എടുക്കാണ്ടായി. അതൊക്കെ ഞാൻ ആദ്യം പ്രിൻറ്റിന് നിന്നു. അതല്ലെങ്കിൽ പിന്നെ അത് അവിടെ കിട്ടുക്കും. അപ്പോൾ അതേ ഫോട്ടോഷോപ്പിൽ ഇതേ കിടക്കണം. 2 വർക്ക് കിട്ടിയിട്ടുണ്ട്. ഇതേ നോട്ടീസ് ചെയ്യാനുണ്ട്. ഇതായിരുന്നു അതൊരു ചേച്ചിയുടെ ഒരു ക്ലിനിക്കിൻ്റെ നോട്ടീസായിരുന്നു. അതിനിടയിൽ ഞാൻ വെഡ്ഡിങ് കാർഡ് ഇനിഷ്യേറ്റീവിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ സൈഡിൽ നമ്മുടെ മുദ്രാലയത്തിൻ്റെ നമ്പറൊക്കെ വെച്ചിട്ട് ഫോൺ സൈസൊക്കെ കുറച്ച് നമ്മൾ ഇടാറുണ്ട് എല്ലാ വർക്കിലും. അപ്പോൾ അതൊക്കെ ഞാൻ സെറ്റ് ചെയ്തു. അതിൻ്റെ ഇടയിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചി വന്നു. ഇതാണ് ഞാൻ പറഞ്ഞ വെഡ്ഡിങ് കാർഡ്. എങ്ങനെയുണ്ട്? ഇതിൻ്റെ പ്രിൻറ്റിങ് വീഡിയോ ഞാൻ വേറെ ഇടാം കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൂം ചെയ്തിട്ട് എന്താ കാര്യം. അതിൻ്റെ ഇടയിൽ കുറച്ച് മെയിൽ ചെയ്യാനൊക്കെ ഉണ്ടായി. അപ്പം ഞാനത് മെയിലൊക്കെ ചെയ്തു. അതേ റെസിപ്റ്റൊക്കെ പിന്നെയും പ്രിൻ്റ് ചെയ്യായിരുന്നു. അതിൻ്റെ ഇടയിൽ 1:30 ആയി വയസ്സ്. അപ്പം ഞങ്ങൾ ചോറിനായിരുന്നു. ചേച്ചിക്ക് നല്ല സൂപ്പർ ചെമ്മീൻ കറി ഉണ്ടായിരുന്നു. കക്ക വറുത്തതും ഉണ്ടായിരുന്നു. അത് ഞാൻ ഒരു 10 ബുക്കൊക്കെ ചെയ്ത് അതേ സപ്പഴേക്ക് 5:30 ആയി ഗൈസ്. അപ്പോൾ ഞാൻ 6 മണിയിൽ എൻ്റെ ബസ് വന്നു.